പുതിയ ഒരു തുടക്കല്ലേ. നമ്മളങ്ങനെ നമ്മുടെ ഐസ് ടി വിത്ത് ഹീല രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു ചാനലാണ് ഐസ് ടി വിത്ത് ഹീല. പക്ഷെ ഇടയിൽ വെച്ചൊന്ന് ബ്രേക്ക് വന്ന് ഇനി ഒരു ബ്രേക്കും ഉണ്ടായിരിക്കില്ല. നമ്മൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ചാനലായ അസ്ലാമാർലി സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സെക്കൻഡ് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ പറയണം, ഈ ഐസ് ടി വിത്ത് ഹീലയിൽ നിങ്ങൾ എനിക്ക് അയക്കുന്ന ലെറ്റേഴ്സ് ആയിരിക്കും നമ്മൾ വായിക്കുന്നുണ്ടായിരിക്കാം. കംപ്ലീറ്റ് അനോണിമസ് ആയിരിക്കും. നിങ്ങൾ ആരാണെന്നോ നിങ്ങളുടെ ഐഡന്റിറ്റിയോ ഒന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യില്ല. ലെറ്റർ വായിക്കും, അതിൻ്റെ എനിക്ക് തോന്നിയ അഭിപ്രായങ്ങൾ ഞാൻ പറയും. എനിക്കത് വായിച്ചിട്ട് എന്താണ് എനിക്ക് തോന്നിയത് അതായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് ഒന്നുമല്ല, കംപ്ലീറ്റ്ലി എൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റ് മാത്രമായിരിക്കും. അതുകൊണ്ട് ഞാൻ നമ്മുടെ മെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്നോട് ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. എന്താ വീഡിയോസ് ഇടാത്തതെന്ന് വെച്ചിട്ട് എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അയക്കുന്ന ലെറ്റേഴ്സ് ആയിരിക്കും ഞാൻ വായിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ തുടങ്ങുവാണേ. ഈ ലെറ്റർ അയച്ച ആൾക്ക് നമുക്ക് ആപ്പിൾ എന്ന് പേരിടാം. ഓക്കെ, ഇഷ്ടമുള്ള പേരായിരിക്കും ഞാൻ ഇടുന്നുണ്ടായിരിക്കാം. ചേച്ചി, ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് 20 വയസ്സായി. 3 ഇയേഴ്സായി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആൾക്ക് എൻ്റെ സെയിം ഏജ് ആണ്. സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങളല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും റിലേഷൻഷിപ്പിലില്ല. എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കും. ഈ അടുത്തിടക്കാണ് ഞങ്ങൾ സെക്സ് റിലേറ്റഡ് ടോപ്പിക്സ് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാൻ കുറച്ച് ഷൈ ആണ്. ആ ഷൈനെസ് മാറി വരുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് സെക്സ് ഇഷ്ടമില്ലായിക ഒന്നുമില്ല. ബട്ട് ചിലപ്പോൾ ഒക്കെ ഞാൻ ഒരു കാര്യമില്ലാണ്ട് അൺകംഫർട്ടബിൾ ആകും. ഞാൻ പോൺ വീഡിയോസ് ഒന്നും കാണുന്ന ആളല്ല. അത് അവനോട് പറഞ്ഞപ്പോൾ അവൻ ജസ്റ്റ് എന്താണെന്ന് അറിയാൻ എപ്പോഴേലൊക്കെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ കണ്ടു, ബട്ട് അത് എനിക്ക് വിയേർഡായിട്ടാണ് തോന്നിയത്. എനിക്ക് ദേഷ്യമൊക്കെയാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. നമ്മുടെ മൂഡാവുമ്പോൾ അല്ലേ വെജൈനൽ ലൂബ്രിക്കേഷനൊക്കെ ഉണ്ടാവുന്നത്. എനിക്ക് അങ്ങനെ ഉണ്ടാവും വീഡിയോസ് കാണുമ്പോൾ. ബട്ട് മൈൻഡിൽ ഒരു താല്പര്യം തോന്നുന്നില്ല ഞാൻ കണ്ടിട്ട്. അത് പ്യുവർ ലസ്റ്റ് മാത്രമല്ലേ, റിയൽ ലൈഫിൽ സെക്സ് മാത്രമല്ല എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഒരു കണക്ഷൻ, ലവ്, കെയർ ഇതൊക്കെ കൂടിയതല്ലേ. ഞാൻ ഓവറായിട്ട് സെക്സിനോട് താല്പര്യമുള്ള ആളല്ല. സെക്സ് ഈസ് ഓക്കെ, ബട്ട് സെക്സ് മാത്രമാണ് എല്ലാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല എനിക്ക്. അവൻ നല്ല താല്പര്യമുള്ള ആളാണ്. കംപ്ലീറ്റ് സെക്സ് മാത്രമാണ് എല്ലാം എന്ന് ആൾക്കുമില്ല. ബട്ട് അവൻ വീഡിയോ ഒക്കെ കണ്ടാൽ ഓൺ ആകും. എനിക്ക് വീഡിയോസിലുള്ളതൊക്കെ വയലൻസ് ആയിട്ടാണ് തോന്നുന്നത്. ഇത് കാരണം ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും ചേച്ചി, പ്ലീസ് റിപ്ലൈ തരണേ. പിന്നെ അവനൊരു നല്ല ആളാണ്. എൻ്റെ കംഫർട്ട് നോക്കും. എനിക്ക് ഇപ്പോൾ ഉറപ്പുണ്ട് ഇതിനു വേണ്ടിയല്ല എന്നെ സ്നേഹിക്കുന്നേ എന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചിലപ്പോഴൊക്കെ എനിക്ക് ഒരു ടെൻഷൻ. ചേച്ചി, ഈ മെയിലിന് റിപ്ലൈ ഇട്ടാലും മതി, വീഡിയോ ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല, ചെയ്യണമെന്നുമില്ല. ചേച്ചി, എനിക്കൊരുപാട് ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ എനിക്ക് വേറെ ആരുമില്ല. ചേച്ചി എനിക്ക് ഒരു മറുപടി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു മെയിൽ ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നമ്മുടെ സൊസൈറ്റിക്ക് അത്രയും ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. നമ്മുടെ സെക്സ് എഡ്യൂക്കേഷനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് പോൺ വീഡിയോ ആണ് മെയിൻ ഘടകം എന്ന് പറയുന്നത്. ഒരു കാര്യം പറയാം, പോൺ വീഡിയോ ഒരിക്കലും സെക്സ് എഡ്യൂക്കേഷൻ അല്ല. അതെന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് ആണ്. കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് ആണ്. ഒരു എൻജോയ്മെൻറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന പ്ലഷർ അത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതെല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യണമെന്നില്ല. ചിലവർക്ക് അത് കാണുമ്പോൾ ഈ കുട്ടിയുടെ അവസ്ഥ തന്നെയാണ്. പലർക്കും അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അതൊരു വയലൻസ് പോലെ തോന്നിക്കും. കാരണം ഇത് പ്രേക്ഷകരെ പിടിച്ചെടുത്താൻ വേണ്ടി അതിൽ വേറെ കുറേ എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യും. കുറേ സ്പൈസിനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുക, കുറേ വയലൻസ് ആഡ് ചെയ്യും, കുറേ ഇല്ലാത്ത കാര്യങ്ങൾ, അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്യും. ഇത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പേടി വരുവാണ് ചെയ്യുക. അപ്പോൾ ഈ പോൺ വീഡിയോസിനോട് നമുക്ക് അഡിക്ഷൻ തോന്നില്ല അല്ലെങ്കിൽ അതിനോട് താല്പര്യം തോന്നില്ല എന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് നോർമലാണ്. അത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ലൈഫിനെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യത്തില്ല. പാർട്ട്ണറിനോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇങ്ങനത്തെ പോൺ വീഡിയോസിനോടൊന്നും എനിക്ക് തീരെ താല്പര്യം തോന്നുന്നില്ല. എനിക്കിതിൻ്റെ ആവശ്യമില്ല പോൺ വീഡിയോ കൊണ്ട്. ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റിയൽ ലവ് അല്ലെങ്കിൽ റിയലായിട്ട് തോന്നുന്ന വികാരങ്ങളോടാണ്. അല്ലാണ്ട് എനിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഒന്നും കാണണ്ടെന്ന് പാർട്ട്ണറോട് സംസാരിക്കുക. ഇനി പാർട്ട്ണറിൻ്റെ കേസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട്ണറിന് ഒരിക്കലും കുറ്റം പറയാനോ മോശം പറയാം. അയാൾക്ക് അതിൽ പ്ലഷർ കിട്ടുന്നുണ്ടാവും. പോൺ വീഡിയോസ് കാണുന്നതിലൂടെ അയാൾക്ക് അതിലൊരു പ്ലഷറും എൻജോയ് ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും.
നമ്മൾ സാധാരണ പറയാം പോൺ വീഡിയോ കാണണതും അതേപോലെ അത് ഷെയർ ചെയ്യണതും എല്ലാം നമ്മുടെ ഇന്ത്യയിൽ തെറ്റാണ്. ഓക്കെ, അത് തെറ്റാണ്. എന്നിരുന്നാൽ പോലും ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ആസ്പെക്റ്റിലേക്ക് പോകേണ്ട. പുള്ളിക്കാരൻ അതിൽ അഡിക്റ്റ് അല്ലാത്തോടത്തോളം കാലം, ഇനി അതിലൊരു അഡിക്ഷൻ ഇല്ല, ഓക്കെ, ജസ്റ്റ് ഒരു വല്ലപ്പോഴും ഒക്കെ കാണുന്നതാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നോർമലാണ്. നിങ്ങളുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് തരുന്നുണ്ടോ? അതാണ് ഇതിൽ പറയുന്നുണ്ട്. എൻ്റെ പാർട്ട്ണർ ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല, ആൾ നല്ല മനസ്സിലാക്കുന്നതാണ്, ഇതിന് മാത്രമല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആളോട് തുറന്ന് പറയാലോ, എനിക്കിതിൽ താല്പര്യമൊന്നുമില്ല, എനിക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മുടെ ലൈഫിനോടാണ് എനിക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്. ഇതിനെപ്പോഴാണ് പ്രശ്നം വരെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോൺ വീഡിയോ, സെക്സ്, അതിനെക്കുറിച്ചിട്ട് സംസാരം വരാം, പ്രശ്നങ്ങൾ വരാം, നിങ്ങളുടെ ഇടയിൽ ഒരു ഫൈറ്റ് വരാം. അപ്പോഴാണ് ഇതൊരു പ്രശ്നമായിട്ട് തുടങ്ങുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു സംസാരമാണ് ഈ സെക്സ് ടോക്ക്. അത് എന്നൊക്കെ പറയുന്നത് വളരെ നോർമലാണ്. നമ്മുടെ വികാരങ്ങൾ നമുക്ക് അടക്കി വെക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ടോക്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നോർമലാണ്. പക്ഷേ ഇപ്പം നിങ്ങളെ കമ്പൽ ചെയ്യുകയാണ്, നിങ്ങൾ കണ്ടേ പറ്റൂ, ഈ വീഡിയോ കാണണം, ഇതേപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പോൺ വീഡിയോ കാണിച്ചിട്ട് ഇതേപോലെ എനിക്ക് സെക്സ് ചെയ്യണം, ഇതേപോലൊക്കെ വേണമെന്ന് പറയുന്നത് അത് തികച്ചും എന്താ പറയുക തെറ്റാണ്. അങ്ങനൊക്കെ അങ്ങനത്തെ ഒരു കേസ് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണ്. അപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണം, ഫുൾ സ്റ്റോപ്പ് ചെയ്യണം. പറ്റില്ല എന്ന് തന്നെ തുറന്നു പറയണം. അല്ലാണ്ട് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവോ എന്നൊക്കെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കരുത്. എനിക്ക് പറ്റത്തില്ല, എനിക്കിത് വേണ്ട എന്ന് ഓപ്പണായിട്ട് പറയണം. 20 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന പ്രായമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയില്ല ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും എല്ലാം. ഇത് ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ട് ഇതൊരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ പിന്നീട് ഒരിക്കലും ഒരു കാര്യത്തിലും വിഷമിക്കാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും മെൻ്റലി സ്ട്രോങ് ആണ്, എല്ലാവരും എന്താ പറയുക എന്ത് രീതിയിലും പിടിച്ച് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ സെക്സിന് നിങ്ങളൊരു സെക്കൻഡറി സ്ഥാനം മാത്രം ഇപ്പോൾ കൊടുത്താൽ മതി. അത് ലെസ്റ്റിനായാലും സെക്സിനാണെങ്കിലും. ഇപ്പം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ പഠിപ്പിലാക്കാം. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട്, കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ പ്രായപൂർത്തിയായവരാണ്, അത് നിങ്ങളുടെ ഡിസിഷനാണ് അല്ലേ. 18 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. എന്നാലും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആലോചിച്ചും കണ്ടും ഒക്കെ ചെയ്യുക. പിന്നെ എന്താ പറയുക, ആഫ്റ്റർ മാരേജ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സെക്സിനൊരു മെയിൻ പ്ലേസ് നമ്മുടെ ലൈഫിലുണ്ട്. സെക്സ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് നമ്മുടെ ലൈഫിൽ. പക്ഷേ അത് മാത്രമാണ് ലൈഫെന്നും വിചാരിക്കരുത്. കാരണം അതിൻ്റെ ഇടയിൽ ഒരുപാട് ബാക്കി കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറിന് വേറൊരു ഇഷ്ടമായിരിക്കും, നിങ്ങൾക്ക് വേറൊരു ഇഷ്ടമായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ സെക്സിനോടുള്ള കംപ്ലീറ്റ് ഒരു വ്യൂ പോയിന്റ് വേറെ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ പാർട്ട്ണറിന് കുറച്ച് ഫാൻറ്റസീസും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. കുറച്ചും കൂടിയും സ്പൈസി ആക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ അത് രണ്ടുപേരും മനസ്സിലാക്കണം, രണ്ടുപേരും ഓപ്പണായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് രണ്ടുപേരെ ഇഷ്ടങ്ങൾ നോക്കിയിട്ട് വേണം ഒരു സെക്സ് എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ സൗകര്യം മാത്രം നോക്കരുത്. അയ്യോ എൻ്റെ പാർട്ട്ണർക്ക് ഇതാണ്, അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് വരും, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളുടെ പ്രിഫറൻസിനും കൂടിയും നിങ്ങളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഒരുപാട് അൺനാച്ചുറൽ സെക്സുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഏനൽ സെക്സ് എന്നൊക്കെ പറയണത്. ഓക്കെ, ഏനൽ സെക്സ് എന്ന് പറയുന്നത് പലരും ഫാൻറ്റസി ഭാഗമായിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്, രണ്ടുപേരും താല്പര്യപ്പെട്ടിട്ടാണ്. അപ്പോൾ എനിക്കൊന്നും പറയാം. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ ഏനൽ സെക്സ് എന്ന് പറയുന്നത് ഒരു തെറ്റ് തന്നെയാണ്. അതൊരു അൺനാച്ചുറൽ സെക്സിൽ പെടും. അൺനാച്ചുറൽ സെക്സാണ്. അതിന് ഭാര്യനെ ഇപ്പം നിർബന്ധിക്കുവാണ് അൺനാച്ചുറൽ സെക്സിന് അല്ലെങ്കിൽ ഏനൽ സെക്സിന് നിർബന്ധിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്, അത് കേസാണ്, ഇല്ലീഗലാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാര്യങ്ങളാണോ എല്ലാവർക്കും പറ്റിയെന്നോ കാര്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. ഒരു പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷനാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഫ്യൂച്ചറിന് ഇതൊരിക്കലും എഫക്റ്റ് ചെയ്തോ കാര്യങ്ങളൊന്നുമില്ല. പോൺ വീഡിയോ കണ്ടില്ല എന്നൊക്കെ വെച്ച്, അല്ലെങ്കിൽ പോൺ വീഡിയോന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇതൊക്കെ കംപ്ലീറ്റ്ലി നോർമൽ, എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. ഇപ്പോൾ ചിലവർക്ക് ഇത് കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരും, ചിലതൊക്കെ കാണുമ്പോൾ പേടിയാവും. ഈ പോൺ വീഡിയോ ചിലവർക്ക് ഒരു രസമല്ല തോന്നും, ചിലവർക്ക് പേടിയാ വരാം, ഒരു ട്രോമയെ കൂടി വരെ മാറും. അയ്യോ ഇതാണോ സെക്സ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് നിങ്ങൾ പോൺ വീഡിയോ കണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്കിഷ്ടമല്ല, എന്നെ നിർബന്ധിക്കരുത്, ദാറ്റ്സ് ഇറ്റ്. ഇനി വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ വരുമോ, ഇനി അവന് ഇതേപോലൊക്കെ എന്നെ നിർബന്ധിക്കുമോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതൊക്കെ ഇപ്പോഴേ ഒരു നിങ്ങൾ സംസാരിച്ച് ഒരു ഐഡിയയിൽ എത്തിയാൽ മതി.
അപ്പോൾ ഇന്നത്തെ നമ്മൾ പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമായിട്ടോ. ഇതൊന്നും വലിയ വിഷയമാക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല, പേടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലെറ്റർ എന്ന് പറയുന്നത്. കുറേ ലെറ്റേഴ്സ് അതുണ്ട്, അതൊക്കെ വായിക്കും. നിങ്ങൾക്ക് ഇതേപോലെ എനിക്ക് ലെറ്റേഴ്സ് അയക്കണം, എന്തെങ്കിലും കാര്യത്തിനോട് അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൽ അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്ന്, ഈ ലെറ്റർ വായിച്ചിട്ട് നിങ്ങളുടെ ഇപ്പോൾ ഈ കാണുന്ന പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്ത് പറയണേ. ഇതിനോട് നല്ല നിങ്ങൾക്ക് അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടെങ്കിൽ അതും ഒക്കെ കമൻറ്റ് ചെയ്യണം.